അവർക്ക് പെണ്ണ് സെറ്റ് ആവുന്നില്ല, യുമാർക്കൊക്കെ പെണ്ണ് സെറ്റ് ആവും. എന്നിട്ട് മറ്റേ പാട്ടും ഞാൻ അങ്ങനെ കുറെ റീലുണ്ടോ. ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന റീൽസ് കണ്ടന്റ് കണ്ടിട്ടാണ് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നത്. അവർ ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. വർക്കായി പോയത് നോക്ക് ഒരു ബസ് കണ്ടക്ടർ. അതാണ് പ്രശ്നം, അതാണ് പോയിന്റ്. കലിപ്പന്മാരെ ആഗ്രഹിക്കുന്ന കാന്താരികൾ കലിപ്പന്റെ പ്രശ്നമല്ല അത്. ഇത്രയും നന്മ വേണ്ട, ഞാൻ പോവാണ്. നാർസിസ്റ്റിക് അബ്യൂസ്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഇതൊരു ആവറേജ് മെൻ ബിഹേവിയർ അല്ലേ? ഒരാൾ നാർസിസ്റ്റ് ആവുക എന്നുള്ളത് അയാളുടെ ഒരു സ്വഭാവമാണ്. എനിക്ക് അങ്ങനത്തെ ട്രേറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു ഫണ്ണായിരുന്നു, നിങ്ങൾക്ക് കത്തിയില്ല. പ്രണയം നമ്മളെ അന്ധൻ മാത്രമല്ല പൊട്ടനും കൂടി ആക്കുമെന്ന് പറയുന്ന പോലെ ഇത് മനസ്സിലാവാത്ത ബുദ്ധിമതികളായ സ്ത്രീകൾ എത്ര പേരുണ്ടെന്ന് അറിയാം. അല്ല അങ്ങനെയാണല്ലോ. നിങ്ങൾ ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കുകയാണ്. അതല്ല പുരുഷന്മാരങ്ങനെ വിചാരിക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് ഡോമിനേറ്റ് ചെയ്യണം. അവന് ചുമ്മാ സൂക്കേട് ഫ്ലഡ് ഷെയിം ചെയ്യാണ്. ഇതാണ് പൊതുവെ സൊസൈറ്റി പറയാം. ആ പരിപാടിക്ക് ഇപ്പൊ റവന്യൂ വരാൻ തുടങ്ങി. ദിലീപും മഞ്ജു വാര്യരും ചെയ്യുന്നത് തീരെ സോഷ്യൽ മീഡിയക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ആ പറയുന്നവരൊക്കെ നാർസിസ്റ്റുകളായിരിക്കും. ക്ലോഷർ ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. ക്ലോഷറിനെ പറ്റി സംസാരിക്കാൻ പോലും പറ്റും. സുഖസുന്ദരമായ ജീവിതത്തിൽ നിന്ന് അകാരണമായി ഇറങ്ങി പോവുകയും അപമാനിക്കുകയും ചെയ്തെന്നൊക്കെ ജഡ്ജ് ചെയ്യുന്നത്, അതിൽ നിന്ന് അയാൾക്ക് പുറത്തു പോകാൻ കഴിയാതിരിക്കുമ്പോഴാണ് ടോക്സിക് ആവുന്നത്. ആ സമയങ്ങളിൽ ഒളിച്ചോട്ടല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മാന്യമായിട്ട് ഇറങ്ങിപ്പോ. മാന്യമായിട്ട് ചോദിച്ചാൽ വീട്ടിൽ ഒളിച്ചോട്ട് പോകും, അത്രയല്ലേ. യൂഷ്വലി കാണുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതായത് ഒരിടത്ത് കല്യാണം പാലുകാച്ചൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരിടത്ത് ബ്രേക്കപ്പ്, ഒരിടത്ത് ഒളിച്ചോട്ടം, അങ്ങനെ മൊത്തത്തിൽ ആളുകളുടെ ഒരു കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എല്ലാ പ്ലാറ്റ്ഫോമും, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം അത് മാത്രമല്ല, എല്ലാ പ്ലാറ്റ്ഫോമും, ഈവൻ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നത് മൊത്തം ആളുകളുടെ കുടുംബകാര്യങ്ങളാണ്. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് എന്നതിലുപരി ആളുകൾ എങ്ങനെയാണ് ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറുന്നത് എന്നതൊരു ഫാക്ടറാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ശരിയായൊരു നടപടിയായിട്ട് തോന്നുന്നുണ്ടോ അത്? ഒരു 10-20 വർഷം മുമ്പ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായ സ്ത്രീകൾ സീരിയലിന് അഡിക്റ്റ് ആകുമ്പോൾ സ്ത്രീകളെ കുറ്റം പറയാമായിരുന്നല്ലോ. അവർ ഏത് നേരം സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾ സീരിയൽ കാണുന്നു. അപ്പോൾ ആ സമയത്ത് പുരുഷന്മാരെന്താ ചെയ്തുകൊണ്ടിരുന്നു? പുരുഷന്മാർ ബിവറേജിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നു. അപ്പോൾ മനുഷ്യന്മാർക്ക് സമാധാനത്തിനും സന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി അവരവരുടേതായ വഴികൾ, ആനന്ദത്തിൻ്റെ വഴികൾ, അവരവരുടെ ആനന്ദത്തിൻ്റെ വഴികൾ അവർ കണ്ടെത്തുകയാണ്. ഇപ്പോൾ സീരിയലിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ എന്താണ്, സീരിയൽ പോലെ തന്നെ ആളുകൾ അഡിക്റ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം എന്താണ് ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം? അതിലൊരു കാര്യമുള്ളത്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ പേഴ്സണൽ തിങ്സ് ഡിസ്കസ് ചെയ്യുന്നുള്ള വിമർശനത്തിൻ്റെ ഒരു എലമെൻ്റ് അവിടെ ഉള്ളപ്പോൾ തന്നെ, പക്ഷേ അതൊരു കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നവും കുടുംബാന്തരീക്ഷത്തിനകത്തെ പ്രശ്നവും ഒക്കെ അതിൻ്റെ ഡിസ്കഷൻ പോയിൻ്റാണ്. ഇപ്പോൾ നോക്കൂ, ഒരു നടി വന്നിട്ട് ഞാൻ ബ്രേക്കപ്പിലാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കുമ്പം ഈ പറയുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ഉണ്ടാക്കുന്ന ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ച് മനുഷ്യർ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ഈ പറയുന്ന പോലുള്ള എന്താണ് കേവലമായിട്ടുള്ള കുശുമ്പ് കുന്നായ്മയല്ല, നമുക്ക് അറിയാവുന്ന ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒരുപാട് ഏരിയ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് വിഷയം എൻ്റർലി ഡിഫറെൻറ്റ് വിഷയമാണ്. ഒന്നൊരു ബ്രേക്കപ്പിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അവർ പറയുന്നു, മറ്റൊന്നൊരു സ്ത്രീ ഭർത്താവിനായിട്ട് മറ്റൊരാളോട് പൊളിച്ചോടി, അതേക്കുറിച്ച് ആൾക്കാർ അഭിപ്രായം പറയുന്നു, കുറേ പേർ പിന്തുണയ്ക്കുന്നു, എതിർത്ത് പറയുന്നവർക്കെതിരെ മറുപടി പറയുന്നു. കൂടുതൽ ആൾക്കാർ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നു എന്നായിരിക്കുന്നത്. യെസ്. ഇപ്പം ആ സ്ത്രീ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട കുറച്ച് കമൻസ് ഉണ്ട്. അപ്പോൾ അഖിൽ NRDയുടെ വൈഫാണ് ഇങ്ങനെ വേറൊരാളുടെ കൂടെ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെയുണ്ട്, അവർക്കെല്ലാം കൊടുത്തില്ലേ, അവർക്ക് പൈസ കൊടുത്തില്ലേ, അവരങ്ങനെ നോക്കിയില്ലേ. ഈ ആൾക്കാർക്ക് എങ്ങനെ അറിയാം അയാളൊരു നല്ല പാർട്ട്ണറാണോ, നല്ല ഹസ്ബൻഡാണോ, ഫാദറാണോ? നമുക്കറിയില്ലല്ലോ. ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന നല്ല ഫോട്ടോസ് നമ്മൾ കാണുന്നു, ലൈക്ക് അടിക്കുന്നു. അതിനപ്പുറത്തേക്ക് അയാളുടെ പാർട്ട്ണറോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമുക്കറിയില്ല. പക്ഷെ ഇവരങ്ങ് എഴുതിയിടുക. അതിനകത്ത് ഗുരുതരമായ പ്രശ്നമുണ്ട്. പോയത് നോക്കുക, ഒരു ബസ് കണ്ടക്ടറുടെ ബസ് കണ്ടക്ടറുടെ കൂടെ ഒരിക്കലും പോകാൻ പാടില്ല. അതിന് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ ഒളിച്ചോടി പോകുന്നതിൽ പോയിക്കോട്ടെ, പക്ഷേ ബസ് കണ്ടക്ടറുടെ കൂടെ പോകാൻ പാടില്ല, കൊള്ളാവുന്ന ആളുകളുടെ കൂടെ പോകണം. അപ്പോൾ ആളുകളുടെ ഏതൊക്കെ തരത്തിലുള്ള ജാതി അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ക്ലാസ്, അതൊരു കൂട്ടായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. ബസ് ജീവനക്കാർ ഒരു വിഭാഗമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അതായത് ഏറ്റവും കൂടുതൽ അവിഹിതങ്ങൾ ഉണ്ടാവുന്നത് ഈ ബസ് കണ്ടക്ടേഴ്സിനാണ് അല്ലെങ്കിൽ ഡ്രൈവർമാർക്കാണ് അത്
പുറത്തേക്ക് അറിയാത്തതാണ് എന്നുള്ളൊരു സാധനം ഞാൻ ഒരുപാട് കമന്റ് അങ്ങനെ അതിലെ കണ്ടു. രസകരമായ ജലസി എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പണിയെടുത്ത് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ചെയ്തിട്ട് നമുക്ക് പെണ്ണ് സെറ്റ് ആവുന്നില്ല, ഇവന്മാർക്കൊക്കെ പെണ്ണ് സെറ്റ് ആവും. എന്നിട്ട് മറ്റേ പാട്ടും മണമുള്ള പൂന്നുള്ളി മുടികൾ ചൂടി, ഞാൻ അങ്ങനെ കുറെ റീല് കണ്ടു. അവരുടെ ഇങ്ങനത്തെ ലൈക്ക് ബസ് ജീവനക്കാരൊക്കെ ഇങ്ങനെ ഡ്രൈവർമാരൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുമല്ലേ. സോ എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അവരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അവരുടെ ഈ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ഈ ഒരു ലൈക്ക് എന്താ പറയുക, അവരെ വേറൊരു ക്ലാസ് ആക്കി അവരെപ്പോഴും നമ്മളെ താഴെയാണ് എന്നുള്ള തരത്തിലുള്ള ലൈക്ക് കമൻസ്. ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഒരു 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 രണ്ടുപേര് തമ്മിൽ പിരിയാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒന്നിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ അവരെ ജഡ്ജ് ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. നമുക്കറിയാത്ത കാര്യമായിട്ട് ജഡ്ജ് ചെയ്യുക, ഇറങ്ങിപ്പോയതിന് ഒരു കാരണവുമില്ല, സുഖസുന്ദരമായ ജീവിതത്തിൽ നിന്ന് അകാരണമായി ഇറങ്ങിപ്പോവുകയും അപമാനിക്കുകയും ചെയ്തെന്നൊക്കെ ജഡ്ജ് ചെയ്യുന്നത് പ്രശ്നമുള്ള കാര്യമാണ്. ഈ സുഖസുന്ദരമായ ജീവിതത്തിൽ നിന്ന് ഒരു കാരണമില്ലാതെ ഇറങ്ങിപ്പോയിക്കൂടെ? അങ്ങനെ വേണം പോകാം. അത്രയും സുഖസുന്ദരം എനിക്ക് ആവശ്യമില്ല. അതെ, അത്ര ഇത്രയും സുഖം എനിക്ക് ആവശ്യം. അങ്ങനെ ഉണ്ടാവല്ലോ. അത് ശരിയാണ്. അത് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ ആളുകൾ ഈ ജഡ്ജ് ചെയ്യുന്നത് അതാണ് അവൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. എല്ലായിടത്തും കയറി ആൾക്കാർ ജഡ്ജ് ചെയ്യും. നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ പിരിയാൻ തീരുമാനിക്കുന്നത് പൊതുവേ സോഷ്യൽ മീഡിയക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ദിലീപും മഞ്ജു വാര്യരും പിരിഞ്ഞത് തീരെ സോഷ്യൽ മീഡിയക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതൊരിക്കലും പാടില്ലാത്ത ഒന്നാണെന്നാണ് അവർ ഈ മനസ്സിലാക്കുന്നത്. സുഖസുന്ദരമായ ജീവിതം എന്ന് പറയുന്നത് ഒരാൾക്ക് ബോറടിക്കുകയാണ് അങ്ങനെ ജീവിതം. അയാൾക്ക് അത് എൻഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയിക്കൂടെ? മാന്യമായിട്ട് ഇറങ്ങിപ്പോവാം. മാന്യമായിട്ട് ചോദിച്ചാൽ വീട്ടിൽ ഒളിച്ചോടി പോകും, അത്രയല്ലേ ഉള്ളൂ. മാന്യമായി ഒരാൾക്ക് ഇറങ്ങി പോകാൻ അങ്ങ് തോന്നുകയാണ്. Closure ഒരു ക്ലോഷർ ഇല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒന്നും അറിയാതെ അവിടെ നിൽക്കല്ലേ. അയാള് ചിലപ്പോൾ സെൽഫ് ഡൗട്ട് അടിച്ചാലോ, എന്റെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണോ ആൾ ഇറങ്ങിപ്പോയത്? നമുക്കറിയില്ല അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ആൻഡ് എൻഗേജ്മെന്റ് അതാണ് എന്താണെന്ന് മാന്യമായിട്ട് അറിയില്ല. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഓക്കെ, എനിക്ക് അതൊരു ബോറടിക്കുന്നു. പ്രശ്നമാണ്. ഓഡിയൻസിനെ അറിയിക്കണം എന്നല്ല, പക്ഷെ ഈ 2 പേഴ്സൺസ് തമ്മിൽ ക്ലോഷർ ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ അഖിലും അയാളുടെ വൈഫും തമ്മിൽ അങ്ങനെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും അറിയില്ലല്ലോ. അയാൾ പറഞ്ഞു അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അവളത് ചൂസ് ചെയ്യട്ടെ എന്ന്. പക്ഷെ അത് മാന്യത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ മാന്യതയുടെ ഒരു അല്ല, അതൊരു അതൊക്കെ മാന്യതയാണ്. ശരിയാണ്. പക്ഷെ മനുഷ്യന്മാരുടെ ജീവിതം ഭയങ്കര സങ്കീർണമാണെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ റീൽസ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന റീൽസ് കണ്ടന്റ് കണ്ടിട്ടാണ് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നത്. അവർ ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. അവർ ആ റീൽസിൽ കാണുന്ന പോലെ സന്തുഷ്ടരായിട്ടായിരിക്കും, ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറയുന്ന പോലെ അവർ നന്നായിട്ട് ജീവിക്കായിരിക്കും എന്നുള്ള ഇതിലാണ്. എന്നാലും അഖിലിനെ വിട്ട് അവർ പോയല്ലോ. ഞാൻ പറഞ്ഞു രണ്ടുപേര് തമ്മിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് പോയല്ലോ, രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. അവർ നിരന്തരമായി വഴക്കിടുന്നു. നിങ്ങളുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള വർത്തമാനം എല്ലാ ദിവസവും ആ വീട്ടിലുണ്ടാവുന്നു. ഫൈനലി ഒരു മൊമെന്റിൽ അവർ പൊട്ടിത്തെറിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുന്നു. ഇല്ല, ആ ദിവസവും അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് ധാരണയുണ്ടാക്കിയും കൺവിൻസ് ചെയ്തും പോകണമെന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിലുള്ള സംഘർഷങ്ങൾ ഏതൊക്കെ രൂപത്തിലുള്ളതാണ്. സോ ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഒരു പൊതു നിയമം ഉണ്ടാക്കുകയും അത് എല്ലാ മനുഷ്യരും അത് പാലിക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞത് പരസ്പരം സംസാരിച്ച് നമ്മൾ തമ്മിൽ ശരിയാവില്ല, ഞാൻ ഇറങ്ങി പോവുകയാണ്, ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടാവാം. ഒരു ഭർത്താവോ അല്ല ഭാര്യയോ വീട്ടിലില്ലാത്തപ്പോൾ ഇറങ്ങി ഓടിപ്പോകുന്നവരുണ്ടാവാം. ആരെങ്കിലും കൂടെ രാവിലെ ഏർലി മോർണിംഗിൽ പോകുന്നവരുണ്ടാവാം. മനുഷ്യർ പോവാണ്. ഇതൊക്കെ പല സിറ്റുവേഷൻസ് അല്ല, അതിന് നിങ്ങൾ എന്തിനാണ് ഞാൻ പറഞ്ഞത്, അതിന് നിങ്ങൾ ഇത് വെക്കില്ല. ഇനിയിപ്പോൾ ഒരാൾ ക്ലോഷർ ഇല്ലാതെ ഇറങ്ങി പോവാണെന്നിരിക്കട്ടെ, ഒരാൾ ക്ലോഷർ ഇല്ലാതെ ഇറങ്ങി പോവാം. അതിന് പോലും അയാൾക്ക് അയാളുടേതായ ലോജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അതിലേക്കാണ് നമ്മൾ പിന്നെ ഇനി വരാൻ പോകുന്നത്. രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അതീവമായ ടോക്സിക് ആയിരിക്കും. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുക. അയാൾ പോവുകയാണെന്ന് പറഞ്ഞാൽ അയാൾ നേരെ തിരിച്ച അന്യനമ്പിയാവും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. അയ്യോ എന്നെ വിട്ട് നീ പോകരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാല് വീണ് കരയും. ചിലപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അയാൾ കാലിൽ വീഴും. കുടുംബക്കാരെ വിളിക്കും. അവർക്കതൊന്നും പോകാൻ പറ്റില്ല. വളരെ മാനിപ്പുലേറ്റീവായിട്ട് തടവിലിടുന്ന ആളുകളുണ്ട്. മാനിപ്പുലേറ്റീവായിട്ട് പ്രത്യക്ഷത്തിൽ സ്നേഹമാണെന്നൊക്കെ തോന്നും, ഭയങ്കര പ്രേമമാണെന്ന് തോന്നും. പക്ഷെ അത് ആക്ച്വലി മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു ജനറൽ സൈഡിനപ്പുറം അങ്ങനത്തെ എക്സെപ്ഷണൽ കേസസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അല്ലാത്ത തരത്തിൽ, അതായത് ഇപ്പം വീട്ടിൽ നിന്ന് ദിവസവും വഴക്കടിക്കുന്ന 2 പേരാണെങ്കിലും അറ്റ് ദ വെരി ലീസ്റ്റ് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഞാൻ പോകുന്നു, ബൈ, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ക്ലോഷർ. കാരണം നമ്മളില്ലേ തമ്മിൽ ഇനി ഒന്നും സംസാരിച്ച് തീർക്കാനില്ല, നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല, ഓക്കെ ഞാൻ പോകുന്നു. ആ തരത്തിലെങ്കിലും ക്ലോഷർ എന്ന് പറയുന്നത് അതിന് വളരെ പോയറ്റിക് ആയിട്ടൊരു ക്ലോഷർ അവിടെ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് നമ്മൾ ഈ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് 2 പേരും അവെയർ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. ഈ തിയറി ആപ്ലിക്കബിൾ ആവുന്നത് ഒരു ഐഡിയൽ സിറ്റുവേഷനിലാണ്. ഈ ടോക്സിക് റിലേഷൻഷിപ്സിൽ ഈ പറയുന്ന ഐഡിയൽ സിറ്റുവേഷൻ ഇല്ല. ടോക്സിക് റിലേഷൻഷിപ്പ് ടോക്സിക് ആവുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് അയാൾക്ക് പുറത്തു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ടോക്സിക് ആവുന്നത്. കാരണം ഒരാൾ പ്രശ്നമാണെന്ന് മനസ്സിലാവുകയും
അതിൽ നിന്ന് അയാൾക്ക് പുറത്തു പോകാൻ കഴിയാതിരിക്കുമ്പോഴാണ് ടോക്സിക് ആവുന്നത്. ആ സമയങ്ങളിൽ ഒളിച്ചോട്ടല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇയാൾ പ്രശ്നമാണ്, ഇത് വിഷമാണ്, ടോക്സിക് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ. അതിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ്ഫുള്ളി പുറത്തു പോകാന്നേ പറയുള്ളൂ. അവിടെ ക്ലോഷറിനെ പറ്റി സംസാരിക്കാൻ പോലും പറ്റില്ല. സിംഗിൾ വേർഡ് ഓഫ് ക്ലോഷർ പോലും ചിലപ്പോൾ സാധ്യമായെന്ന് അതെ, entirely different എക്സെപ്ഷണൽ situations സിറ്റുവേഷൻസ് ആയിരിക്കും. കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷൻസ് ഉണ്ടാവും. പുതിയൊരു വേർഡൊന്നും അല്ല, പക്ഷെ ആളുകൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചു തുടങ്ങിയത് അനുപമ വന്ന് സംസാരിച്ചതിന് ശേഷമായിരിക്കും. നാർസിസ്റ്റിക് അബ്യൂസ്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ അത്രയും നാൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അതായത് നമുക്ക് അബ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് അടി, ചവിട്ട്, കുത്ത്, ഫിസിക്കലായിട്ടുള്ള അബ്യൂസ്, അല്ലെങ്കിൽ ആളുകളെ മോശമായിട്ട് പറയുക, ഈ പറഞ്ഞ പോലെ സ്ലട്ട് ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അർജുൻ റെഡ്ഡി സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാൾ, ആ ഒരു ക്യാരക്ടറിൽ നിന്ന് എൻ്റെയറായിട്ട് മാറിയിട്ട് വേറൊരു സംഭവം അവിടെ വരികയാണ് നാർസിസ്റ്റിക് അബ്യൂസ് എന്ന് പറഞ്ഞാൽ. അത് ഫിസിക്കലല്ല, ഒരു മെൻ്റൽ ഇമോഷണൽ അബ്യൂസിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ എനിക്കൊന്ന് കൂടുതലും സ്ത്രീകളായിരിക്കും, ഫുള്ള് സ്ത്രീകളുടെ കമൻ്റ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഇങ്ങനൊരു സാധനം നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു, ഇത്ര ആളുകൾ ഇതിനകത്തൂടെ കടന്നു പോകുന്നുണ്ടോയെന്ന്. അവരുടെ അനുപമ പരമേശ്വരൻ്റെ ഇൻ്റർവ്യൂ കൂടുതലും ആളുകളിലേക്ക് എത്തിയത് അത് അവരുടെ ഒരു ബ്രേക്കപ്പ് വന്നിട്ട് അവരിങ്ങനെ പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിനെ ഇതുപോലെ ആളുകൾക്ക് മുന്നിൽ വലിച്ചു കീറാനിട്ട് കൊടുക്കുന്നു. പക്ഷേ അതിനെക്കാട്ടിലും ഉപരി അതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് കാണണമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അനുപമ പരമേശ്വരൻ വന്ന് പറയുന്നത് ആ 2 പാർട്ട് വീഡിയോ ഫുള്ളൊരു അവയർനെസ് വീഡിയോ ആണ്. അവരതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഇത് അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ളൊരു സ്പേസ് അല്ല. ഇവർക്ക് ഇത് കേട്ടിട്ട് ആളുകൾക്ക് അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംസാരം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് അവർ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും ആളുകൾ കൂടുതലും എനിക്ക് തോന്നുന്നു പുരുഷന്മാർ തന്നെയാണ്. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, പക്ഷെ കൂടുതലും പുരുഷന്മാരാണ്. പുരുഷന്മാർ കൂടുതലായിട്ടും ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇതൊരു ആവറേജ് മെൻ ബിഹേവിയർ അല്ലേ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട്. അതായത് ആവറേജ് ആയിട്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇതൊരു പുരുഷൻ്റെ സ്വാഭാവിക പ്രതികരണങ്ങളല്ലേ. അതായത് എൻ്റെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുക, ഏട്ടായി ആവുക, അല്ലെങ്കിൽ കെയർ കൊടുക്കുക, അല്ലെങ്കിൽ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തത് എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടാകുക. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ആൾക്കാർക്ക് കൃത്യമായിട്ട് ആ പോയിന്റിലേക്ക് അവരെത്തിയിട്ടില്ല. എന്താണ് ഈ സംഭവം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണ് അനുഭവിച്ചത്, അവരെന്താണ് പറഞ്ഞത്. അതിനകത്ത് അനുപമ പരമേശ്വരൻ വളരെ ഇമോഷണൽ ആയിട്ടാണെന്ന് തോന്നുന്നു പറഞ്ഞു. അവരുടെ കണ്ണുനീർ ഗ്രന്ഥി എന്തോ ഇറങ്ങി താഴേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് അത് വളരെ ഡീപ്പായിട്ട് അവരത് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ടും ആളുകൾ എന്നിട്ട് അവളത് സർജറി ചെയ്തവൾ മുകളിലേക്ക് തുന്നി കയറ്റി വെറുതെ ഇരുന്ന് പറയുകയാണെന്ന്. എന്നാൽ അവൾ അതിനകത്ത് ഒരാളുടെ പേരവളെ പറഞ്ഞിട്ടില്ല, ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആയിരിക്കാം, പക്ഷെ അതൊരു സീക്രട്ട് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. സീക്രട്ട് ആയിരിക്കത്തില്ല, പ്രൈവറ്റ് ആയിരിക്കും. അപ്പോഴും ആളുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു വീഡിയോനെ ആ ഒരു രീതിയിൽ അവയർനെസ് എന്നുള്ള രീതിയിൽ എടുക്കാതെ വീണ്ടും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറുകയാണ്. അവൾ അത്ര നല്ലതൊന്നും അല്ല, അവൾ അങ്ങനൊന്നും അല്ല, അനുപമ എത്ര നല്ലതൊന്നും അല്ല. അവളുടെ മുന്നത്തെ റിലേഷൻഷിപ്പ്, അതായത് ഇപ്പോഴും ചർച്ചയാവുന്നുണ്ട്, അവർക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അവർ പണവും പ്രശസ്തിയും വന്നപ്പോൾ അത് വിട്ടിട്ട് വേറൊരു ബന്ധത്തിലേക്ക് പോയതാണ്, അല്ലെങ്കിൽ അവർ സിനിമ എന്ന് പറയുന്നൊരു ഫീൽഡിലേക്ക് വന്നപ്പോൾ അവരുടെ മുൻ കാമുകനെ ഉപേക്ഷിച്ചിട്ട് വന്നൊരു ക്യാരക്ടർ സ്ലട്ട് ഷെയിം ചെയ്യാണ്. ഇങ്ങനെ ഒരു ആളല്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ പറയുന്നവരൊക്കെ നാർസിസ്റ്റുകളായിരിക്കും. എനിക്ക് വ്യക്തി ജീവിതത്തിൽ തന്നെ നാർസിസ്റ്റിക് സ്ട്രേറ്റ്സ് ഉള്ള ആൾക്കാരെ അറിയാം. വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു അസുഖമാണോ, യഥാർത്ഥത്തിൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ അസുഖമായിട്ട് പൂർണ്ണമായിട്ടും കാണാൻ കഴിയില്ല. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരാൾ നാർസിസ്റ്റ് ആവുക എന്നുള്ളത് അയാളുടെ ഒരു സ്വഭാവമാണ്. എനിക്ക് അങ്ങനത്തെ ട്രേറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കതുണ്ടെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ എന്നെ സ്വയം തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ഭയങ്കര സെൽഫിഷാന്ന് തോന്നാറുണ്ട്. അതിനപ്പുറം അതിൻ്റെ ഒരു എക്സ്ട്രീം വേഷനിലേക്കൊന്നും പോയിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ഇതൊരു ഡിസോർഡർ ആണോ അതല്ല ഒരാളുടെ സ്വഭാവമാണോ എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. ഇതൊരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം ഇയാൾ നാർസിസ്റ്റാണ് എന്ന് മനസ്സിലാവാതെ വർഷങ്ങളോളം ഒരു റിലേഷൻഷിപ്പിൽ തുടരുകയും അവസാനം ശ്വാസം മുട്ടി പുറത്തു കഴിഞ്ഞ ആളുകൾ എനിക്കറിയാം. ഇതെന്താണെന്ന് പിന്നീട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ. അതായത് ഒരു തരത്തിലുള്ള എമ്പതിയും പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഭാനു കരയാണ്, ഭാനുവിൻ്റെ പാർട്ട്ണർ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ ഞാൻ ഇന്നലെ കുറേ വീഡിയോസ് അതിൽ കണ്ടിരുന്നു. അതായത് ഈ നാർസിസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസാണ്. ഒരു സൈക്കോളജിസ്റ്റുമായിട്ടാണ് അവർ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത്.
ഒരാളിരുന്ന് കരയാണ്, ഒരു പെൺകുട്ടി ഇരുന്ന് കരയാണ്, പാർട്ട്ണർ വന്നിട്ട് വൈപ്പ് എടുത്ത് കൊടുത്തിട്ട് പോകുന്നു. മനസ്സിലാവുണ്ടോ? സിമ്പിൾ. പിന്നെ അവിടെ ഇരുന്ന് വേറെ എന്തോ ഒരു തുടച്ചു. വിഷയത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം കണ്ടിട്ട് അയാൾ പോകുമ്പോൾ ഡോറ് അതിശക്തമായി അടച്ചിട്ട് പോകും. ഒന്നും പറയുന്നില്ല, അയാളെ തല്ലുകയോ ചീത്ത വിളിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതിശക്തമായി ഡോർ ഇവിടെ ഞെട്ടി എഴുന്നേക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി കാണുക. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ, ഡോർ അടയ്ക്കുക അല്ലെങ്കിൽ ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യുക, ഇതൊക്കെ കോമൺ ആയിട്ടാണ്. പക്ഷെ ഇത് സ്ഥിരമായി ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, അത് അവർക്ക് പോലും മനസ്സിലാവില്ല ഇതെന്താണെന്നുള്ളത്. പിന്നീടാണ് അത് മനസ്സിലാവും, വർഷങ്ങളെടുക്കും ചിലപ്പോൾ ഈ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ വൻ തോതിൽ ഗ്യാസ് ലൈറ്റിംഗ് ആയിരിക്കും. ഉം. ഇതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നിനക്കത് ചെയ്യാൻ അറിയില്ലേ? എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാം മറ്റേ ആളുടെ കുഴപ്പമാണ്, ഇതെല്ലാം സെൽഫ് ഡൗട്ട് കുഴപ്പക്കാരാണ്. അടുപ്പിക്കും. സെൽഫ് ലോ ആക്കി കൊണ്ടേയിരിക്കും സംസാരിച്ച്. അപ്പോൾ ഇതൊക്കെ വിചാരിക്കുന്ന അദ്ദേഹം നമ്മുടെ സ്നേഹം കൊണ്ട് പറഞ്ഞു തരുന്നതല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, മാനിപ്പുലേഷൻ്റെയൊക്കെ മാരക വേർഷനുകൾ കാണാൻ കഴിയും ഇത്ര ആൾക്കാരുടെ. പക്ഷേ ഇതൊരു അസുഖമാണോ? ഇതിന് മരുന്നുണ്ടോ? ഇല്ല, മരുന്നില്ല. സൈക്കോ തെറാപ്പിയൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നു, എന്തൊക്കെയോ ചെയ്യാം. എക്സിറ്റ് അടിക്കാന്നുള്ള മാർഗ്ഗം ഓടി രക്ഷപ്പെടുക, ആരും പറഞ്ഞാൽ റൺ, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എന്താ ഈ ഹെൽത്തി നാർസിസം എന്താണ്? അത് നമ്മളെ കുറച്ചുകൂടെ ഹെൽത്തിലി ക്രിട്ടിസൈസ് ചെയ്യുക, നമ്മൾ കുറച്ചുകൂടെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു വേർഷനാണ് ഹെൽത്തി നാർസിസം. അതിനൊരു എനിക്ക് തോന്നുന്നു ബൗണ്ടറിയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്ന്. മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാകാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എപ്പോഴും ഫിസിക്കൽ അബ്യൂസിനെയാണ് അബ്യൂസായിട്ട് കണക്കാക്കുന്നത്, മെൻ്റലി ഇമോഷണൽ അബ്യൂസിനെ കണക്കാക്കുന്നില്ല. അപ്പം ഞാൻ പോയി എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സർക്കിളിനോട് പറയാണ് എൻ്റെ പാർട്ട്ണർ എന്നെ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവരതിനെ റീഡ് ചെയ്യുക, ഓക്കെ ഞാനും എൻ്റെ പാർട്ട്ണർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പം നിങ്ങളെന്താ അത് സംസാരിച്ച് ക്ലിയർ ചെയ്യൂ, നിങ്ങളത് സംസാരിച്ച് റെഡിയാക്കൂ. അല്ലാതെ എനിക്ക് എന്നെ ഇമോഷണൽ അബ്യൂസ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞ് ഈ ഞാനൊന്നും ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എൻ്റെ പാർട്ട്ണറെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതിനെ അവരൊരു പ്രോപ്പർ റീസൺ ആയിട്ട് കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ അബ്യൂസിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്ര തന്നെ കെയർ നമ്മൾ കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഇമോഷണൽ അബ്യൂസ് എന്നും കൂടെ എനിക്ക് തോന്നുന്നു. ഈ അനുപമയുടെ വീഡിയോൻ്റെ താഴെ വന്നുള്ള കമൻസ് എനിക്ക് കണ്ടപ്പോൾ അതാ തോന്നി. കാരണം ഇമോഷണൽ അബ്യൂസ് അതെന്താണ്, അതെങ്ങനെ സംഭവിക്കും, നിങ്ങളെന്തിനാണ് അയാൾ ചുരിദാർ രസമുണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും ചുരിദാർ മേടിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. നമ്മൾ ഈ മനുഷ്യനുമായിട്ട് സോ മച്ച് ഇൻ ലവാണ്, ഇയാളെ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇയാൾ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു, നമ്മൾ സെയിനായിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ള അത്തരത്തിലേക്കൊന്നും അതിനെ വളരെ ഡീപ്പായിട്ടൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. നിങ്ങളല്ലേ ഇതൊക്കെ 2 ചുരിദാർ വാങ്ങി അയാൾക്ക് ഇത് കൊടുക്കുന്നത്, പറയുന്നതൊക്കെ കേൾക്കാൻ നിന്നിട്ടല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു അബ്യൂസ് എന്നുള്ള വാക്കിനെ അവിടെ ഇമോഷണലി ആയിട്ട് ആൾക്കാർ വായിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള അൺഫോർച്ചുനേറ്റ്ലി ഒരു വലിയ വിഭാഗം ആൾക്കാർ സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ പുരുഷന്മാരല്ലേ അല്ലേ? അതിൻ്റെ ഇപ്പോഴും അവർക്ക് ഡോമിനൻസ് അവർക്കാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോയാൽ പോലും ഒരു ലൗഡായിട്ടുള്ള പോപ്പുലേഷൻ എന്ന് വെച്ചാൽ പുരുഷന്മാരുടെയാണ്. സ്ത്രീകൾക്ക് ഇപ്പോഴും ഇവിടെ പൂർണ്ണമായിട്ടുള്ള അവരല്ല അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഒച്ച വയ്ക്കുന്ന ഒരു ആൾക്കൂട്ടം ആരുടെയെന്ന് ചോദിച്ചാൽ പുരുഷന്മാരാണ്. ഒച്ച വയ്ക്കുന്നവരാണ് സകലയിടത്തും പോയി കമൻറ്റ് ചെയ്യുക, എല്ലാ കണ്ടന്റുകളും വൈറലാക്കുക. ഇപ്പോൾ ഒരു സ്ത്രീ എന്നോട് മോശമായി പെരുമാറി എന്ന് ഒരാളെക്കുറിച്ച് പരാതി പറഞ്ഞ് അയാൾ പോയി സൂയിസൈഡ് ചെയ്തല്ലോ. അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആവേശം കണ്ടായിരുന്നു. അത് TV ചാനലുകളെ പോലും സ്വാധീനിച്ചു, വാർത്താ ചാനലുകളെ പോലും സ്വാധീനിച്ചു. ആ ബഹളം, ആ സ്ത്രീ സമൂഹത്തിൽ നിന്ന് എക്കാലത്തേക്കും തിരസ്കരിക്കപ്പെടുന്ന ആളാണെന്നൊരു സംഗതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. മറ്റവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അതിന് ശബ്ദമില്ല. ഇവരെ ഒച്ച വയ്ക്കണം ഭയങ്കരമായിട്ട്. അല്ല, ഇതെന്തോ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രശ്നമല്ല നിഷാദ്. ഇതിൽ 2 കൂട്ടരുണ്ട്, നാർസിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. പക്ഷെ പുരുഷന്മാരാണ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്രശ്നമേ അഡ്മിറ്റ് ചെയ്യാത്ത പുരുഷന്മാർ രസിച്ചിട്ടുണ്ടോ? അവർ സ്വാഭാവികമല്ലേ? താഴെ കമന്റ്സ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കുന്നതാണ്. അതിനെല്ല പുരുഷന്മാർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് ഡോമിനേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിനകത്തൊരു പുരുഷാധിപത്യപരമായ സ്വഭാവങ്ങളുള്ള പുരുഷന്റെ ഏതാണ്ടൊക്കെ എല്ലാ സാധനങ്ങളും ഈ പറയുന്ന നാർസിസ്റ്റുകളായ പുരുഷന്മാർക്കുണ്ട്. അതിനൊരു പ്രോ വേർഷനാണ് നാർസിസം. ശരിക്കും അതിന്റെ പ്രശ്നം, ഞാൻ ആദരിക്കപ്പെടണം, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, ഞാൻ ഭയങ്കര സംഭവമാണ്, എന്നെ എല്ലാവരും കേട്ടോണ്ടിരിക്കണം, എന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം. മറ്റേ ബിജുമേനെ പറ്റി വെള്ളിമുഖ പറഞ്ഞ പോലെ മരണം വീട്ടിൽ ചെന്നാൽ ശവപ്പെട്ടി കയറി കിടക്കണം, ആ ടൈപ്പ് സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു വശത്ത്. മറുവശത്ത് ഈ മാനിപ്പുലേഷൻ, എതിര് നിൽക്കുന്ന ആളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്ക് മനസ്സിലാവില്ല ഇത് എന്താണെന്നുള്ളത്. സ്നേഹം കൊണ്ട് പറയുന്നതാണോ അതല്ല ഇനി വേറെന്തെങ്കിലും ആണോ, ഗ്യാസ് ലൈറ്റിങ്, ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന മറ്റേ ആളാകെ വണ്ടടിച്ചു. ഒരു വശത്ത് പ്രേമത്തിൻ്റെ മാരക വേർഷൻ, മറുവശത്ത് എമ്പതിയില്ലായ്മ. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കും ആൾ കൺഫ്യൂസ്ഡ് ആയി പോകും. എന്താണ് ഞാൻ അനുഭവിക്കുന്നത്, ശരിക്കും സ്നേഹം തന്നെയാണോ അതല്ല ടോക്സിസിറ്റി ആണോ, ഇമോഷണൽ അബ്യൂസ് ആണോ, ഇതൊന്നും ആൾക്ക് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവാത്ത ബുദ്ധിമതികളായ സ്ത്രീകൾ എത്ര പേരുണ്ടെന്ന് അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിപ്പോൾ നമ്മുടെ ഈ സംഭവം ഉണ്ടായ ശേഷം കുറേ ആളുകളുടെ സാക്ഷിമൊഴികൾ കാണുന്നുണ്ട്. കളഞ്ഞിട്ട് പോയവർ, എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സമീപകാലത്ത് ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നു, കളഞ്ഞിട്ട് പോയതിൻ്റെ കഥ പറയുന്ന ഒരുപാട് പേരെ കാണുന്നു. എന്ന് വെച്ചാൽ നമുക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു തലമുറയിലൊക്കെ വരെ ഉണ്ടായിരുന്ന ആളുകൾ എന്തുമാത്രം നരകയാതന അനുഭവിച്ചിട്ടുണ്ടായിരുന്നിരിക്കും.
അതിൻ്റെ പ്രോ വേർഷൻ അനുഭവിച്ചിട്ടുണ്ടാവും. ബട്ട് ഇപ്പം അങ്ങനല്ല, ആൾക്കാർ കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് കൂടുതൽ ഫാമിലി കൂടുതൽ. മെമ്പേഴ്സും പക്ഷെ ഉണ്ട് എനിക്ക് ആക്ച്വലി. തോന്നുന്നു ഈ മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴും ഇത്രയും സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്രയും അവയർനെസ് മുന്നിൽ നിൽക്കുമ്പോഴും മനസ്സിലായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും സ്നേഹമാണ്. മീൻസ് ഇതിൻ്റെയൊക്കെ കോർ സംഗതി എനിക്ക് തോന്നുന്നു പ്രണയം തന്നെയാണെന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം പ്രണയം തന്നെയാണ്. പ്രണയം നമ്മളെ അന്ധൻ മാത്രമല്ല പൊട്ടനും കൂടി ആക്കുമെന്ന് പറയുന്ന പോലെ ഇത് മനസ്സിലാക്കിയിട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതും കൂടുതലും സ്ത്രീകൾ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് ഇടയ്ക്ക് കൂടി മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ആളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, വന്നിട്ട് നേരെ നിന്ന് മുഖത്ത് നോക്കി പറയാണ്, എന്ത് വിലയാടി നിനക്കുള്ളത്, നിനക്ക് എൻ്റെ ചെരുപ്പിൻ്റെ വില പോലും നിനക്ക് എൻ്റെ ചെരുപ്പ്, ഞാൻ ഇട്ടേക്കുന്ന ചെരുപ്പിൻ്റെ വിലയാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചക്കായിട്ട് നിൽക്കായിരിക്കും. പിന്നെ ചിന്തിക്കും, ഏട്ടൻ ഇട്ടേക്കുന്ന ചെരുപ്പ് ഏതാ, ബർഗ് സ്റ്റോക്ക് 13,000 രൂപയായിരിക്കും വില, ഏട്ടൻ എന്നെ ഒരു ബ്രാൻഡായിട്ടായിരിക്കും കണക്കാക്കുന്നത്. അങ്ങനൊക്കെ ചിന്തിച്ച് അതെനിക്ക് മനസ്സിലാക്കുന്നത് നമ്മളെ സാനിറ്റിയിൽ നമുക്കത് മനസ്സിലാവും. ഞാൻ അതൊരു റീലിൽ കണ്ടതാ. അവരെ സെയിൻ അല്ല അത് മനസ്സിലാക്കാൻ. ഇത് ഇയാൾ എന്റെ മുഖത്ത് നോക്കി പറയുന്നു, പക്ഷെ അതിനെ അതേ തരത്തിൽ എടുക്കാൻ മാത്രം സെയിൻ ആയിട്ടുള്ള പേഴ്സൺ അല്ലായിരിക്കും അവര്. അനുപം അത് പറയുന്നതിന് ക്ലാരിറ്റിയാണ്. കാരണം എന്തൊക്കെ ചെയ്തിട്ട് ഈ മനുഷ്യനോട് അവർക്ക് സ്നേഹമാണുള്ളത്. അതുകൊണ്ടാണ് അത്രയും ഈ 2 വർഷത്തോളം അവർ പറയുന്ന പോലെ ഇത്രയും റെഡ് ഫ്ലാഗുകൾ കണ്ടിട്ടും ഇത്രയും ക്ലിയർ ആയിട്ടും ക്ലാരിറ്റി ഉണ്ടായിട്ട് പോലും അവർക്ക് അതിനെ അങ്ങനെ എടുക്കാൻ പറ്റാത്ത. അനുപമ പോലും വേറൊരു ഇന്റർവ്യൂവിൽ ഒരാൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നു. ആ ഇന്റർവ്യൂ പോലും അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഉണ്ടായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അവരുടെ ഫേക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫിൻസ്റ്റയിൽ കയറിയിട്ട് അവരിതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് ഈ നാർസിസ്റ്റിക് അബ്യൂസ് എന്ന് പറഞ്ഞൊരു വേർഡ് തന്നെ അവരുടെ മുന്നിലേക്ക് വന്നത്. പരിപാടി എന്താണെന്ന് അവർക്ക് മനസ്സിലായത് വേറെ ആൾക്കാർ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ്. റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് അവരതിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ സംസാരിച്ച് വന്നത് കൂടുതലും ഈ സോഷ്യൽ മീഡിയ കയറിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിലിം സ്റ്റാറുകൾ, സെലിബ്രിറ്റികൾ, ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി അറ്റാക്ക് നടത്തുന്നൊരു സംഗതിയുണ്ട്. നമ്മൾ ഈ സെലിബ്രിറ്റികളായിക്കോട്ടെ, ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന ആളുകളുടെ സിനിമയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് കൊണ്ടുവരുന്ന ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് റീല് അവർ കൊണ്ടുവരുന്ന കോണ്ടൻ്റാണ് കാണുന്നത്. അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ജോലി, ഈ പറഞ്ഞ 2 സാധനത്തിൻ്റെയും കൺസ്യൂമേഴ്സ് മാത്രമാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് പോയിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ഒപ്പീനിയൻ പറയാൻ സാധിക്കുക എന്നുള്ളൊരു സംഗതി. ഇൻഫ്ലുവൻസർ യഥാർത്ഥത്തിൽ സെല്ല് ചെയ്യുന്നത് എന്താണെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. മിക്കവാറും ഇൻഫ്ലുവൻസേഴ്സ് സെല്ല് ചെയ്യുന്ന അവരുടെ പ്രൈവറ്റ് ലൈഫ് തന്നെയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി വ്ളോഗ്, കല്യാണം, കുടച്ചക്രം. അപ്പോൾ ഇതൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് അവർ കയറി ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ അതിൽ അസ്വസ്ഥരായിട്ട് എന്താ കാര്യം? ആയിക്കോട്ടെ, അവർ ഓക്കെ, അവർ പേഴ്സണൽ ലൈഫ് അതായത് ഈ ഓഡിയൻസിനെ അങ്ങനെ അവർ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അവരുടെ അവരുടെ വ്യക്തി ജീവിതം വിറ്റിട്ടാണ് അവർ ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ, അയാളൊരു പടുകുഴിയിൽ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ അവിടെ പോയിട്ട് നീ നിൻ്റെ പേഴ്സണൽ ലൈഫ് ഞങ്ങൾക്ക് മുന്നിൽ തുറന്ന് തന്നില്ലേ, അപ്പം ഞങ്ങൾക്ക് എന്തും വിളിച്ചു പറയാമെന്ന് വിചാരിച്ചിട്ട് അയാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക, അതിനകത്തൊരു ധാർമ്മികപരമായിട്ടൊരു സാധനമില്ലേ? അതിലെ മീഡിയ, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുത്തൊരു കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി, ഞാൻ ഏതെങ്കിലും ചാനലിലെ പരിപാടിയെ മോശപ്പെടുത്തുമല്ല, അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അതിലെന്താ സെല്ല് ചെയ്യുന്നത്? വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആളുടെ അഭിപ്രായം പറയാം, അയാൾ അങ്ങനെ ചെയ്ത്, ഗബ്ബിരി ഇങ്ങനെ ചെയ്ത് ശരിയായോ, ജാസ്മിൻ അങ്ങനെ ചെയ്ത് ശരിയായോ, ഇതല്ലേ സംസാരിക്കുന്നത്. ഞാൻ ആലോചിച്ചു നോക്കി ഇതിലെന്താണ് ഒരു പൊതു താല്പര്യമുള്ളത്? അല്ല, എനിക്ക് ഓർമ്മയുള്ള പേര് പറഞ്ഞതേ ഉള്ളൂ. അല്ലെ, അവരെന്തിനാണ് അങ്ങനെ സംസാരിച്ചത്? അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? ഞാൻ ചില സമയത്ത് ആലോചിക്കും, ഞാൻ ഈ ലോകത്തിന് ഫിറ്റായേ ആളല്ലെന്ന്. എനിക്ക് അതിൽ ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. വേറൊരു ക്ലോസ്ഡ് സ്പേസിൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ മനുഷ്യന്മാരുടെ കാര്യങ്ങൾ പബ്ലിക്കിൽ ആളുകൾ ചർച്ച ചെയ്യുക. അവൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല, അത്രയും ഷൗട്ട് ചെയ്യണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് പൊതു താല്പര്യമുള്ള കാര്യമാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ കാലഘട്ടത്തിന് പറ്റിയ ആളല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസിനെ ഈ പറയുന്ന മീഡിയ ഉണ്ടാക്കിയെടുത്തിട്ട്, എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കളായ ഇൻഫ്ലുവൻസേഴ്സ് ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ ഇരകളായി മാറുകയാണ്. അതല്ലേ സംഭവിക്കുന്നത്. വേറെ സെൻസിൽ ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ നാട്ടിലുള്ളപ്പം എന്താ, ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ രാത്രി കുറച്ച് ലേറ്റായി ബസ്സിലൊക്കെ ഇറങ്ങി പോകുന്നു. അപ്പം അവരെവിടെ പോയി, അവരെന്ത് ചെയ്തു, അവരുടെ കൂടെ അവരാരാണ് ബൈക്കിൽ കൊണ്ടുവിട്ടത്, അവരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും നാട്ടിലാണ്. യെസ്, അത് കുറച്ചുകൂടെ ആൾക്കാരിപ്പം കുറച്ചുകൂടെ സുഖമാണ്. പുറത്തിറങ്ങി നോക്കണ്ട, നേരെ ഫോണിൽ നോക്കി ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ആരാണ് അനുപമയെ പറ്റിച്ചത്, അനുപമ എങ്ങനെയാണ് ഗോൾഡ് ഡിഗർ ആവുന്നത്. അനുപമ ഒരു കരിയർ ബിൽഡ് ചെയ്തിട്ടുള്ള ഏർണിങ്സ് ഉള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീയാണ്. അനുപമ
പോകുമ്പോൾ ഗോൾഡ് ഡിക്കറാണ്. വെറുതെ ഒരു സുഖമാണല്ലോ അതിന് ഇങ്ങനെ തന്നെ ഒരു ഇരുന്നിട്ടാൽ മതി. പ്ലാറ്റ്ഫോം ഉണ്ട്. റെഡിറ്റ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഗോസിപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം. യെസ് യെസ് യെസ്, അവിടെ ചെന്നിട്ട് Spill the tea. സ്പിൽ ദ ടീ, Spill the tea. അപ്പൊ കൊണ്ടുവരും ഗ്ലോറിഫൈഡ് ഗോസിപ്പ് പോയിന്റ് ആണത്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഈ കലിങ്കിന്റെ കുറച്ചുകൂടി ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള വേർഷൻ. ഇതാകുമ്പോൾ കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് എല്ലാവരും കാര്യങ്ങൾ അറിയാം, എല്ലായിടത്തും പോയി അഭിപ്രായം പറയാം. ശരിക്കും അങ്ങനെ കമന്റ് ബോക്സുകൾ അങ്ങനെ ഒരു സ്വയം ഒരു കോടതിയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ഏതാണോ അതാണ് ആ കേസിലെ അന്തിമ വിധി. ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇപ്പം ഈ അനുപമയുടെ വിഷയം ആയിക്കോട്ടെ, ഈ സോക്കോൾഡ് ആ കമന്റ് ആയിരിക്കും ആദ്യ ആളുകൾ കാണുന്നത്. ആദ്യ ആളുകൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വൃത്തികെട്ട കമന്റ് ആയിക്കോട്ടെ, നമുക്ക് യുക്തിക്ക് നിരക്കാത്ത കമന്റ് ആയിക്കോട്ടെ, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്ത കമന്റ് ഏതാണോ അതിന്റെ പുറകെ ആയിരിക്കും ആൾക്കാർ പോകുന്നത്. പിന്നെ അതിന്റെ താഴെ വരുന്ന കമന്റ് ഒന്നും ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കാനോ. പിന്നെ ആളുകളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളില്ലേ, എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന തരത്തിലുള്ള കണ്ടന്റ്. ഇപ്പൊ സായി കൃഷ്ണ എന്ന് മറ്റു പറയുന്ന ഒരു അക്കൗണ്ട് ഇല്ലേ, ജീപ്പിനകത്ത് സീക്രട്ട് ഏജന്റ്, സീക്രട്ട് ഏജന്റ്, കാറിനകത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന. നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അല്ല, അദ്ദേഹത്തിന്റെ അല്ല അഭിപ്രായം നമ്മള് കാറിലിരുന്നിട്ടല്ല, അത് വേറെ കേസ്. ഇയാള് അയ്യോ അഖിലേനാരുടെ വിഷയം വന്നപ്പോൾ ഇയാള് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? സീക്രട്ട് ഏജന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ എക്സാക്ട്ലി ചെയ്യുന്നത് നമ്മള് സാധാരണ അവിടെ കേട്ട കാര്യം വന്നിട്ട് ഇവിടെ പോയി പറഞ്ഞു, അത് കണ്ട അന്ന് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന്റെ വേറൊരു ഒരു കോണ്ടന്റ് വെർഷൻ അതാണ് പുള്ളി ചെയ്യുന്നത്. അതായത് ഈ അഖിലനാരുടെ വിഷയം വന്നപ്പോൾ ഇദ്ദേഹവും തമ്മിൽ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്, ഭയങ്കര അടുത്ത ബന്ധമാണ്. ഞാൻ അവന്റെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട്, അവരങ്ങനൊരു കപ്പിളായിരുന്നു. പിന്നെ എന്നിട്ട് ഇയാൾ ആ പുള്ളിക്കാരനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രഷറുണ്ട്. ആരയാളെ പ്രഷർ ചെയ്യുന്നത്? എന്റെ ജോലിയാണ് ഈ വിഷയം വന്ന് സംസാരിക്കുകയാണ്. അഖിലനാരുടെ വിഷയം അതാണ് പുള്ളിയുടെ കണ്ടന്റ്. ഒരു വശത്ത് അയാള്, ഇപ്പുറത്തെ വയസ്സ് വേറെ ഒരു ആൾക്കാർ. അഖിലനാരുടെ ഈ ഭാര്യ ഒളിച്ചോടി പോയ സംഭവം വന്നപ്പം ഇയാൾ അഖിലനാർഡിനെ വിളിച്ചു, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താ അളിയാ സംഭവം എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടാവും. പാവം അവിടെ എന്നിട്ട് എന്തോ 2 വേടങ്ങാണ്ടേ പറഞ്ഞുള്ളൂ. പോയവര് പോയി, ഇത്രയായിരിക്കും അഖിലനാരുടെ ഈ പുള്ളിയോട് പറഞ്ഞത്. ഇയാള് വന്നിട്ട് ആ 2 മിനിറ്റ് കൊണ്ട് ഒരു 20 മിനിറ്റ് കണ്ടന്റ്. അതായത് അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും പറയാൻ പാടില്ല, എന്നാലും എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇത് തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ അവൻ അങ്ങനെ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ എന്താണ് അധികം ആരുമായിട്ടും അടുക്കാത്ത, ആരെയും കുറ്റം പറയാത്ത മനുഷ്യനാണ്. അവനും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. എന്നിട്ടും അവന്റെ ഭാര്യ ഇങ്ങനെ ഒളിച്ചോടി പോയല്ലോ. ഈ സാധനം തന്നെ അവരുടെ വേർഷൻ എവിടെ വന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അതിന്റെ ആവശ്യമില്ല. അല്ല, അതുകൊണ്ട് ആൾക്കാർ ആണ് കയറി. ആളുകളുടെ പേഴ്സണൽ വിഷയങ്ങൾ എങ്ങനെയാണ് പൊതു താല്പര്യമുള്ള വിഷയങ്ങളാവുന്നത്, ആളുകളുടെ പ്രശ്നമാവുന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഉണ്ടാക്കിയെടുത്ത് തന്നെ ഈ ഒരു എക്കോസിസ്റ്റാണ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ എക്കോസിസ്റ്റാണ്. അതുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അതിൻ്റെ തന്നെ ഇരകളായി മാറുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ അനുപമേൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്, അനുപമേൻ്റെ പാർട്ട്ണറായിരുന്ന ആൾ ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം പുള്ളി ഒരു റിനൗണ്ട് ആയിട്ടുള്ള ആക്ടറാണ്. അപ്പം അയാളുടെ വേർഷൻ കൂടെ കേൾക്കണം, ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമ്മൾക്കിത് പറയാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ശരിയായിരിക്കും, കാരണം എല്ലാത്തിനും രണ്ട് ഭാഗങ്ങളുണ്ടാവുമല്ലോ. മേ ബി അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ അഖിലിൻ്റെ ഭാര്യയുടെ വേർഷൻ കേൾക്കണം എന്ന് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. അത്തരം കമൻസ് നമ്മൾ കാണുന്നില്ല. അപ്പം ഒരു സ്ത്രീയുടെ അതൊരു പാട്രിയാർക്കൽ ഒരു മൈൻഡ് സെറ്റ് എന്ന് വരുന്ന സാധനമാണെന്ന് പറയുന്നത്. അവിടെ ആ പുരുഷന് അയാളെ നിങ്ങൾ ബ്ലെയിം ചെയ്യരുത്, നിങ്ങളുടെ അയാളുടെ ഭാഗം കൂടെ കേൾക്കണം. അഖിലനാർഡിയുടെ ഭാര്യേൻ്റെ ഭാഗം ആർക്കും അങ്ങനെ കേട്ടോളണമെന്ന് ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ഹിപ്പോക്രസിയാണ് ഇതിലെ ഈ സോഷ്യൽ മീഡിയ കമന്റ്. വേറെ തിരിച്ചൊരു അഭിപ്രായം കൂടി ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇപ്പോൾ ഈ പറയുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പുരുഷനാണുള്ളത്, സ്ത്രീ അതിൻ്റെ ഏരിയയായിരുന്നു, അവർ പുറത്തു വന്ന് കോൾ ഔട്ട് ചെയ്യുന്നു, അതാണല്ലോ സംഭവിക്കുന്നത്. നേരെ തിരിച്ചാണെന്ന് കരുതുന്നത്. ഒരു സ്ത്രീക്കാണ് ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ബൈപോളാർ ഡിസോർഡറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിത്തിങ്, ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അപ്പോൾ ഈ പുരുഷൻ അവരെ കളഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ അതിൻ്റെ ശരിക്കും ഇരയായിരിക്കും, ആ പുരുഷൻ ഇരയായിരിക്കും. പല കേസുകളിലും ഈ പറയുന്ന എതിരെ നിൽക്കുന്ന പങ്കാളിയാണ് പ്രൊഫഷണൽ സപ്പോർട്ട് ഇടുക. കാരണം ഇവരുടെ മനസ്സമാനം തകരും, ഇവർ ഡിപ്രഷനിലേക്ക് പോകും. പക്ഷെ യഥാർത്ഥത്തിലെ മനോരോഗി വിക്ടിമിന് ആശുപത്രി പോകേണ്ടി വരും. അപ്പോൾ ചില സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ് പെട്ടെന്ന് തിരിച്ചറിയുകയും മറ്റേ ആളെ വിളിച്ചുകൊണ്ട് പോവുക, രണ്ടുപേർക്കും കൗൺസിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ പ്രശ്നം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് പറയുകയാണ് ഞാൻ വിക്ടിമായിരുന്നു, ഞാൻ ഇതിന് ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റി സപ്പോർട്ട് ചെയ്യില്ല, ഇൻസ്റ്റന്റ് ജഡ്ജ്മെന്റ് ആയിരിക്കും. സപ്പോർട്ട് ചെയ്യില്ല. ഈ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതേസമയം ഒരു സ്ത്രീ പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് സപ്പോർട്ട് കിട്ടും. പക്ഷെ പുരുഷന് അത് കിട്ടില്ല.
ഈ സ്വന്തം ജീവിതത്തിൽ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും ഇങ്ങനെ ഒരാളുടെ തകർച്ച കണ്ടിട്ട് പെട്ടെന്നൊരു സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്ത് ആ വരുന്നതെന്ന് എനിക്ക് സന്തോഷം അത് തോന്നിയിട്ടുണ്ട്. നാട്ടുമ്പുറത്തെ ഒരു സ്ഥിരം പല്ലവിയാണ്. അവനെ കൊണ്ട് വയ്യാത്തോണ്ട് അവള് പോയി എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ, ലൈക്ക് അതാണ് ഈ ഒരു പറയുന്നത്. വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും ഒരു ആണത്തം ഇല്ലാത്തത് തന്നെ. കൊണ്ടാണ് ഭാര്യയെ ഭാര്യ പോയത്. ഭാര്യയാക്ക് കഴിവില്ലായ്മ പോയത്. കൊണ്ടുപോയി. യെസ് യെസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ആ തരത്തിൽ, അതായത് ആ ഒരു മസ്കുലിനിറ്റി കാണിക്കുന്നില്ല എന്നുള്ളത് അവരുടെ പ്രശ്നം. ആണുങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവർ അസ്വസ്ഥരാകുവാണ്, ഇങ്ങനെയല്ല ആണുങ്ങൾ ചെയ്യേണ്ടത്. Like, അതുകൊണ്ടായിരിക്കും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി സംഭവം വന്നപ്പോ യൂഷ്വൽ ആവറേജ് അതിൽ ഭയങ്കര ഇപ്പം ഈ ബിഹേവിയറിന് ഭയങ്കര എന്താ പറയുക ന്യായീകരിച്ചുകൊണ്ടുള്ള കമൻസ് ഉണ്ട്. ലൈക്ക് എന്താ പറയുക, അതിൽ അനുപമ പറയുന്നുണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഈ പെർട്ടിക്കുലർ പേഴ്സൺ എൻഗേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത്. അത് അവർക്കൊരു റെഡ് ഫ്ലാഗ് ആയിട്ടാണ് തോന്നിയതെന്ന്. പക്ഷേ അതിൻ്റെ കമൻസ് ഉണ്ട്, 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം തോന്നി, അത് നല്ല കാര്യമല്ലേ, നിങ്ങൾക്കത് പറ്റിക്കാണില്ല, നിങ്ങൾക്കിങ്ങനെ തെണ്ടി, ലൈക്ക് അങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ തെണ്ടി നടക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അപ്പം നിങ്ങൾ ആൾക്കാർ ഏത് വിധേനയും ഇയാളെ ന്യായീകരിക്കുക എന്നുള്ളൊരു പ്രത്യേക മൈൻഡ് സെറ്റിൽ വന്നിരിക്കാൻ തോന്നും ആ കമൻസ് വായിച്ചാൽ. പക്ഷെ ഷാരൂഖ് ഖാനൊക്കെ സഹനടിയുടെ സാരിയുടെ തുമ്പെടുത്ത് പിന്നാലെ പോകുന്നതിന് ഭയങ്കര സെലിബ്രേഷൻ ആണല്ലോ കാണുന്നത്. അവിടെ നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു. സാധാരണ ഇവിടുത്തെ കമന്റ് ബോക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷാരൂഖ് ഖാനെ ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന് ആണത്തത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതല്ല, ഷാരൂഖ് ഖാൻ ഓൾറെഡി എന്താണ് പൗരുഷത്തിന്റെ മൂർത്തിമത്ഭാവമാണ്, അദ്ദേഹത്തിന് അത് ചെയ്യാം. പക്ഷേ മോഹൻലാലിനെ പൗരുഷത്തിന്റെ പോലെ രണ്ടും മൂർത്തിമത്ഭാവം അല്ലാത്ത ഒരാൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ അത് മോഹൻലാൽ സ്നേഹമായിട്ടാണ്. മോഹൻലാൽ വിൻസ്മേരുടെ പരസ്യത്തിന് അഭിനയിച്ചല്ലോ, ലോകസുന്ദരൻ. ലോകസുന്ദരൻ എന്തൊക്കെ കമന്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രശ്നം. കാരണം മോഹൻലാൽ അങ്ങനെ പൗരുഷം പ്രകടിപ്പിക്കുന്ന ഒരാളല്ലല്ലോ, വളരെ ഫെമിനിനായിട്ട് പെരുമാറുന്ന ഷൈ ആയിട്ടുള്ള ഒരാളാണ്. രണ്ടും സ്ഫടികത്തിലും അഭിനയിക്കും, നരസിംഹത്തിലും അത് അഭിനയിക്കും. അഭിനയിക്കുന്നതാണ്. ശരിക്കും റിയൽ ലൈഫിൽ അയാൾ വളരെ ഷൈ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇത് ആളുകൾ സൊസൈറ്റി ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു വന്നതല്ല, എനിക്ക് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വീടിനകത്ത് ആരെങ്കിലും ഒരാൾ പാർട്ട്ണറിൽ ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്വഭാവ വൈകല്യങ്ങളെന്നോ മനോ പ്രശ്നങ്ങളെന്നോ മാനസിക പ്രശ്നങ്ങളെന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളുണ്ട്. അവിടെ ഈ പറയുന്ന സനു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് സ്ത്രീക്ക് കുറച്ചുകൂടി അതിൽ പ്രിവിലേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഡിപ്രഷൻ ഉണ്ടായി, അവളിരുന്ന് റൂമിനകത്ത് കരയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത് ആളുകൾ ആശ്വസിപ്പിക്കുകയും അതിൻ്റെ പുറത്ത് ഡോക്ടറെ കാണിക്കുകയും ചെയ്യും. ഒരു പുരുഷനാണെങ്കിലോ, ഒരു പുരുഷൻ ഡിപ്രഷനിലേക്ക് പോവാണ്, അപ്പോൾ രണ്ടുപേരും പുറപ്പെടുവിക്കുന്ന സിംറ്റംസ് രണ്ടായിരിക്കും. ഒരു സ്ത്രീ പുറപ്പെടുവിക്കുന്ന സിംറ്റംസ് ആയിരിക്കില്ല ഡിപ്രഷനുള്ള ഒരു പുരുഷൻ പുറപ്പെടുവിക്കുക. അവന് ചുമ്മാ സൂക്കേട്, ഇതാണ് പൊതുവെ സൊസൈറ്റി പറയുക. അവന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെ പ്രശ്നമാണ് എന്ന് പറയും. പക്ഷേ സ്ത്രീക്ക് കുറേ കൂടി പ്രിവിലേജ് ഉണ്ട് ആ കാര്യത്തിൽ. ഇപ്പോൾ പുരുഷന്മാരുടെ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീകൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സൊസൈറ്റി, ഫാമിലി ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. പുരുഷനാണെങ്കിലോ, പുരുഷൻ ഇത് ആരോട് പറയും, എനിക്കിങ്ങനെ ഒരു പ്രശ്നമാണ്, എൻ്റെ കിളി പോയിരിക്കുകയാണ് എന്ന് മറ്റേ സൗബിൻ ഷൈർ പറയണ്ടല്ലോ അതിൽ കുമ്പളങ്ങി നൈറ്റ്സിൽ, അത് അവന് പറയാറില്ല അതെങ്ങനെയാണ്. സ്ത്രീകളുടെ ഡിപ്രഷനെ അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഡിപ്രഷനുള്ള സ്ത്രീകളുണ്ടല്ലോ, അനുഭവിക്കുന്നുണ്ട്. അതിനെ മൈൻഡ് ചെയ്യാത്ത പുരുഷന്മാരും കുടുംബങ്ങളും ഉണ്ട് കേട്ടോ. അത് ഉണ്ടാവും. ഞാൻ പറഞ്ഞ അതിലും പ്രശ്നമാണ് പുരുഷന്മാരുടെ മാനസികാവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ അനുപമയുടെ വിഷയത്തിൽ ആ മനുഷ്യനൊരു രോഗിയാണ്, ആര് എതിര് നിൽക്കുന്നയാൾ. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ല, ചിലപ്പോ രോഗി അല്ല എന്നുണ്ടെങ്കിലോ, അയാള് നാർസിസ്റ്റോ നാർസിസ്റ്റ് അല്ലാത്ത ഒരാളോ, ഇയാള് തെറാപ്പി എടുക്കുന്ന ആളാണ്, ഇയാൾക്ക് ഏത് കാര്യത്തിലാ തെറാപ്പി എടുക്കുന്നത്? ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുകൾക്ക് തെറാപ്പി എടുക്കുന്ന ആളാണെന്ന് വീഡിയോ. ഈ പെർട്ടിക്കുലർ നാർസിസ്റ്റിക് അല്ല, അയാളുടെ ട്രോമാസ്. ഈ NPD ഉള്ള ആളുകൾ പ്രകടിപ്പിക്കുന്ന സിംറ്റംസ് അതിൻ്റെ മാത്രമായിരിക്കില്ല, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. NPD ഉള്ള ആൾക്ക് ഡിപ്രഷൻ വരാം. അതുപോലെ BPDയുടെ ചില സിംറ്റംസ് പ്രകടിപ്പിക്കുക അവർ. ഭയങ്കര ഇൻസെക്യൂർഡ് ആയിട്ടുള്ള വളരെ അവരുടെ ചൈൽഡ്ഹുഡ് ഇൻസെക്യൂരിറ്റി എന്തോ എന്നാണ് അവരെ ഹോണ്ട് ചെയ്യുന്നത്. ഒരു പാസ്റ്റിലുള്ള എന്തോ ഒരു ട്രോമയാണ് അവരെ ബാധിക്കുക. അതാണ് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള തോന്നൽ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ കാലത്തും. ചിലപ്പോൾ മറ്റേ ഇമോഷണലി ഇമ്മച്ചുവർ ആയിട്ടുള്ള ആളുകളാണെങ്കിലോ ഈ ഇൻസെക്യൂരിറ്റി എങ്ങനെയൊക്കെ ബാധിക്കുന്നത്? ഈ ഇൻസെക്യൂരിറ്റി എൻ്റെ പാർട്ട്ണർ കളഞ്ഞിട്ട് പോകുന്നുള്ള പേടിയെ പോലും ഭയങ്കരമായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ എല്ലായ്പ്പോഴും അവർ സംശയാലുമായിരിക്കും. അത് അവർ എപ്പോഴും ആ പഴുതുകൾ അടയ്ക്കാൻ ആ വിജിലൻസ് ഓവർ ആകുമ്പോഴാണ് ചിലപ്പോൾ അപ്പുറത്ത് ഭാരം കൂടുക. അതും അവരുടെ ഒരു പേടി അതാണ്. അവരുടെ ഇൻസെക്യൂരിറ്റി അവരുടെ ലൈഫിൽ കൊടുത്തിട്ടുള്ളത് അവരെല്ലായിടത്തും അത് വെക്കും. എൻ്റെ കുഞ്ഞിനെ മോഷ്ടിക്കുമോ, എൻ്റെ ഭാര്യയെ മോഷ്ടിക്കുമോ, ഭർത്താവിനെ മോഷ്ടിക്കുമോ, എൻ്റെ ജോലി പോകുമോ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അവരെനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്നൊക്കെ ഉള്ള പ്രശ്നമുള്ള മനുഷ്യരല്ലേ. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ഉള്ളവരാണ് കുറച്ചുകൂടെ ഇതിന്റെ ഏറ്റവും
ഭയാനകമായൊരു വേർഷൻ അനുഭവിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു മെച്ചുവേർഡ് ആവുന്നവരെ നമ്മൾക്ക് അവരിൽ നിന്നൊരു മോചനമില്ലല്ലോ. നമ്മൾ ഈ പാരൻസുമായിട്ടുള്ള ടൈസ് കട്ട് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞാൽ പോലും ഒരു ഏജ് ഉണ്ടല്ലോ, മേ ബി ഒരു 18 അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്ന സമയം, നമ്മൾ ക്യാപ്പബിൾ ആവുന്ന സമയത്താണല്ലോ പോവുക. അതുവരെ സംഭവം നമ്മൾ ഇവരുടെ കൂടെ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പം ഈ അമ്മമാർ ലൈക്ക് റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഭയങ്കര നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്മ ഉള്ള ഒരു പേഴ്സണെ പറ്റി പറഞ്ഞു. അതായത് അവർ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വലിയ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. പക്ഷേ അവരുടെ മദർ പറയുന്നത് ഇവർക്ക് എല്ലാത്തിനും ഞാൻ വേണം, ഇവൾക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല, ഒരു ഡ്രസ്സ് എടുക്കാൻ പോലും അറിയില്ല. അവർ വിദേശത്ത് പോയി പഠിച്ച സ്ത്രീയാണ്. പക്ഷേ ഈ സർക്കിളുകളിൽ ഈ സ്ത്രീ, അതായത് ഈ ആൾ എൻ്റെ നിയന്ത്രണത്തിലാണ്, ഇവർക്ക് ഞാനില്ലാതെ ഒന്നും പറ്റില്ല എന്നുള്ളൊരു സാധനം ഉണ്ടാക്കുകയാണ്. യെസ് ഈ ആൾക്ക് ഞാൻ വേണം എല്ലാത്തിനും, ഞാനില്ലാതെ ഒരു കാര്യം പോലും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. മാനിപ്പുലേഷനാണ്. മേ ബി ഈ പെർട്ടിക്കുലർ ആളും ഒരു ജീവിതത്തിന് വലിയൊരു ഭാഗം അത് വിശ്വസിച്ചിട്ടുണ്ടാവും. അമ്മ ഇല്ലാണ്ട് എനിക്ക് ഒന്നിനും പറ്റില്ല, അമ്മ ഇല്ലാതെ അമ്മ ഡ്രസ്സ് എടുക്കാൻ അത് ചെയ്യാൻ. അപ്പം ഒരു 18-19 വയസ്സ് വരെ ഈ പാരൻസിൻ്റെ കൂടെ ജീവിക്കുന്ന ആളുടെ റിലേഷൻഷിപ്പുകളാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലായാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തതിന് പുറത്ത് കിടക്കാം. പാരൻസിനെ ഈ ടൈസ് കട്ട് ചെയ്യണമെങ്കിൽ പോലും നമ്മളൊരു ഏജ് ആവണം, നമുക്ക് അതിന് ക്യാപ്പബിൾ ആവണം. നമുക്ക് അത് ആ ടോക്സിക് പാരന്റിങ്ങിലും ഈ സംഭവമൊക്കെ ബാധകമാണ്. ആ വിഷയത്തിൽ ശരിക്കും അവർ ഇൻകേപ്പബിൾ ആക്കുകയാണോ അതോ അവരെക്കാട്ടിലും മേളെ മക്കൾ വരണ്ട എന്നുള്ളൊരു സംഭവമാണ്. അതാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾ എന്തെങ്കിലും വലിയ അച്ചീവ്മെന്റ് എടുക്കുന്നത് പോലും അവർക്ക് സങ്കടമാണ്. നമ്മളെ കൺട്രോളിൽ നിന്ന് അവർ പോകരുത്. അവർ വലുതാവുന്നു, അവർക്ക് മാത്രമായിട്ട് കയ്യടി കിട്ടുന്നു, അവർ നമ്മുടെ ഒരു സർക്കിളിന് പുറത്തേക്ക് പോകുന്നു, വേറെ ആളുകൾ അവരെ ആദരിക്കുന്നു, അവർക്ക് അഭിനന്ദനങ്ങൾ ചൊരിയുന്നു. അവർക്കൊരു ബാക്കപ്പ് ഉണ്ടായാൽ മേ ബി അവർക്ക് പോകാൻ തോന്നിയാലോ എന്നുള്ള തോട്ട് പ്രോസസ്സാണത്. അവർക്ക് ഒരുപാട് ആൾക്കാർ അവർക്കുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നിൻ്റെ ലൈഫ് ഇതാണ്. വാട്ട് ഇഫ് അയാൾ എന്നിൽ ഇട്ടിട്ട് പോയാൽ, അവർക്ക് മനസ്സിലായാലോ ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് മനസ്സിലായാലോ, അവരെനിക്ക് തോന്നുന്നു അതാണ് അവരുടെ തോട്ട് പ്രോസസ്സ് എന്ന് തോന്നുന്നു അതിൽ. പക്ഷെ ഇതുപോലെ കുറേ തിയറീസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി ആളുകളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇല്ലാത്തതുകൊണ്ടെന്ന് തോന്നുന്നു. അങ്ങനല്ല, ഞാൻ നാർസിസ്റ്റിന്റെ കൂടെയാണ് ജീവിക്കുന്നത്, അത് വേറെ. അയ്യോ, അത് ആ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് ഞാനാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. ഇനി ഞാനെങ്ങാണോ എന്ന്. അപ്പോൾ ഞാൻ എന്തോ പറയാൻ വന്നേ, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ചില സാധനങ്ങൾ. ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു എന്താ അത് ലേബൽ, ഒരു ലേബലിംഗ്. അതായത് നേരത്തെ പറഞ്ഞില്ലേ അജിംസ് ഇത്രയും നന്മ വേണ്ട, ഞാൻ പോകണം. എനിക്ക് ഇത്ര നല്ല ആളെ പറ്റില്ല. അയ്യോ, അങ്ങനെ ആക്ച്വലി പോയ ഒരു ഹോളിവുഡ്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പുള്ളി ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. എനിക്കൊന്ന് പുള്ളി സ്പോർട്സ്മാൻ അങ്ങനെ വരുന്നു, ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. അയാളുടെ വൈഫ് പോകാനുള്ള കാരണം അതാണ് പറഞ്ഞത്. ഇത്ര പെർഫെക്റ്റ് ആയ ആളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. കലിപ്പന്റെ പ്രശ്നമല്ല അത്, എല്ലാറ്റിലും പെർഫെക്ഷൻ ഉണ്ടാവുക, അത് കുറെ നമുക്ക് ബോറടിക്കുക. ഒരു ഐഡിയ ഇംപെർഫെക്ഷൻ ആണ് നമ്മളെ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന കാര്യം. അത് ഈ പെർഫെക്റ്റ് മനുഷ്യന്മാരല്ലോ, പെർഫെക്റ്റ് ഗൈ ആവാതിരിക്കുക എന്നുള്ളത് ഇപ്പോൾ പുതിയ ആണുങ്ങൾക്കുള്ള ട്യൂഷനാണ് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ പെർഫെക്റ്റ് ആവാതിരിക്കുക, കാരണം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അവൾക്ക് നിങ്ങളെ മടുക്കും. ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല. അത് പ്രഡിക്റ്റബിൾ ആവാതിരിക്കുക, പെർഫെക്റ്റ് ആവാന്നല്ല, പ്രഡിക്റ്റബിൾ ആവാതിരിക്കുമ്പോൾ നന്നായിട്ട് ചെയ്യാം. അത് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യനൊക്കെ അതിനകത്ത് വരും. അങ്ങനെയാണെങ്കിൽ മനുഷ്യനൊക്കെ അതിനകത്ത് വരും. നിങ്ങളുടെ അൽഗോരിതത്തിലുള്ള സാധനം പോലും അവിടെ ഇല്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അയാൾ ഇന്ന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ത്രില്ലിംഗ് ഉണ്ടാവില്ല. പ്രതീക്ഷിക്കാതെ എന്തൊക്കെ അയാൾ ബിഹേവ് ചെയ്യില്ല, ചിലപ്പോൾ ഒന്നും ചെയ്യില്ല. അതൊരു അൺപ്രഡിക്റ്റബിലിറ്റി അല്ലേ. അപ്പൊ അങ്ങനെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടാക്കുക. നമ്മളെ മൈൻഡ് സെറ്റ് കൂടെ അതില് ഭയങ്കര കയോസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ശാന്തതേനെ എല്ലാവർക്കും ബിയർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പീസ്ഫുള്ളായ ലൈഫിനെ എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. ചിലർക്ക് ഒരു കയോസ് വേണം ലൈഫിൽ. ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടു. അതായത് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് സമാധാനം വരുന്നു, ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു, നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം നന്നാവുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ, ആ റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് നമ്മളാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സമാധാനം വന്നത്. അതൊരു ഫണ്ണായിരുന്നു, നിങ്ങൾക്ക് കത്തിയില്ല. ഓക്കെ, ഞാനത് വിട്ടു. താങ്ക് യു. ഞാൻ ശ്രദ്ധിച്ചില്ല, എന്താണ് പറഞ്ഞു. പെട്ടെന്ന്
ഇതും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അല്ല, പരിപാടി നിർത്തും. ചിരി നമുക്ക് വേണേ ഷോ കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാം അല്ലേ? ഭാനുവിന്റെ പല ജോക്കുകളും എനിക്ക് കത്താറില്ല. കഥ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പറഞ്ഞോളൂ. അതൊന്നൊരു അത് എന്താ അറിയോ, അതായത് ഒരു റിലേഷൻഷിപ്പിലാണ് പെട്ടെന്നൊരു ദിവസം സന്തോഷം വരുന്നു, സമാധാനം വരുന്നു, അതുവരെ ഇല്ലാത്ത ചുറ്റുമുള്ളതെല്ലാം നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ആ റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് നമ്മളാണ് എന്ന് മനസ്സിലാക്കാം, നമ്മളായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓപ്പോസിറ്റ് നാളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ചിരിച്ചു, വർക്കായില്ലെങ്കിലും സാരമില്ല. ഞാൻ പറഞ്ഞു വന്നത് താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നൊരു ലേബൽ, അതായത് നമ്മൾ ഇടക്കാലത്ത് ഈ കൊറിയൻ ഡ്രാമകൾ ട്രെൻഡിങ് ആയ സമയത്ത് അതായിരിക്കുന്നു, അതിൻ്റെ ഒരാളായിരുന്നു. കൊറിയൻ ഡ്രാമയൊക്കെ ട്രെൻഡിങ് ആയ സമയത്ത് അതിൽ കുറേ മെയിൽ കഥാപാത്രങ്ങളുണ്ട്. ഭയങ്കര അടിപൊളി മനുഷ്യന്മാരായിരിക്കും. അതായത് നമ്മൾ ഇരിക്കാൻ വരുമ്പോൾ സീറ്റ് പിടിച്ചിട്ട് തരുന്നു, ചെരുപ്പിട്ട് തരുന്നു, ഡ്രസ്സ് ശരിയാക്കുന്നു, കാറിന്റെ ഡോറ് തുറന്നു തരുന്നു, പിന്നെ നമുക്ക് വേണ്ടി കടലിൽ ചാടി നീന്തി വരുന്നു. അങ്ങനത്തെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ ഡ്രമാറ്റിക് ആയിട്ട്. അപ്പം കൂടുതലും ഈ പെൺകുട്ടികൾ കൂടുതലും ഇത്തരം ഫിക്ഷണൽ ക്യാരക്ടേഴ്സിന് ഭയങ്കരമായിട്ട്. അപ്പൊ അതാണ് ഈ കൊറിയൻ ഡ്രാമയുടെ ഏറ്റവും വലിയ മേജർ അട്രാക്ഷൻ അല്ലേ? അത് തന്നെയാണ് അതിന്റെ മേജർ അട്രാക്ഷൻ. എന്റെ മോള് കൊറിയൻ ഡ്രാമ സ്ഥിരമായിട്ട് കാണുന്നത്. ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് പറയാം, അതിൽ ഇമോഷൻസ് ഉണ്ടെന്ന് പറയും. ഭയങ്കര ഇമോഷനാണ് അവരെ അട്രാക്ട് ചെയ്യുന്നതാണ്. അതിലെ മെയിൽ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ സോഷ്യൽ സ്റ്റാൻഡേർഡിൽ നിന്ന് വിട്ടിട്ട് അവര് കരച്ചിൽ വന്നാൽ പെട്ടെന്ന് കരയുന്നത്, അതായത് അവരുടെ വുമണിന്റെ അടുത്ത് പോയിട്ട് അവർ ഭയങ്കരമായിട്ട് ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുന്നതും മെന്റൽ ഹെൽത്ത് അങ്ങനത്തെ തീമൊക്കെയാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ചിലപ്പം ഈ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്ന അൽഗോരിതം എത്താത്ത പുരുഷന്മാരുണ്ടാവും. അതായത് അതെന്താണ് സംഭവം എന്നറിയാത്ത പുരുഷന്മാരുണ്ടാവും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് കാറിൻ്റെ ഡോറ് തുറന്നു തരുന്നില്ല, ഞാൻ ഇരിക്കാൻ വരുമ്പോൾ സീറ്റ് പിടിച്ചു തരുന്നില്ല, അപ്പോൾ പൂക്കൾ ഫ്ലവേഴ്സ് കൊണ്ട് തരുന്നില്ല. അത് പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു കോറിഡോറിലൂടെ നടന്നു പോവാണ്, ഫ്രണ്ടിൽ പോകുന്ന ആൾ വാതിൽ തുറന്ന് അങ്ങ് നടന്നു പോകുന്നു. നമ്മൾ വിചാരിക്കും അയാൾ ഡോർ തുറന്ന് പിടിക്കും, ചിലപ്പോൾ ഈ സാധനം വന്ന് മുഖത്തടിക്കും. ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാർ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അത് ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും മോശം സ്വഭാവങ്ങളൊന്ന്, ഞാൻ നടന്നു പോകുമ്പോൾ എതിരെ വരുന്നവരെ മൈൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ കൂടെ നടക്കുന്നവരെ മൈൻഡ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ കൂടെ ഒരാൾ നടക്കുകയാണ്, ഞാൻ ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നടന്നു പോകും. അയാൾ എത്തിയെന്ന് പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഞാൻ ഇത് സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ നടന്നു പോകുമ്പോഴേ നമ്മളാണ് ഫ്രണ്ടിലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഡോർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡോർ തുറന്നിട്ട് ബാക്കിൽ ആളെ കടത്തി വിടണം. അതൊരു സിവിക് സെൻസ് കൂടിയാണത്. ഇതില്ലാത്ത മനുഷ്യന്മാരുണ്ട്. ഇതെനിക്കുണ്ടായിരുന്നു. ഞാൻ അത് സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞു വന്ന ഗ്രീൻ ഫ്ലാഗ്, അപ്പോൾ ആളുകൾ ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കുമല്ലോ മിക്കവാറും കിട്ടുന്നത്. അതായത് ഈ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരാൾ ചിലപ്പം പാർട്ട്ണർ ഭയങ്കര നല്ലൊരു മനുഷ്യനായിരിക്കും, പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല എന്നത്, അതായത് ഇയാൾ ഡോറ് തുറന്നു തരുന്നില്ല, അയാൾ ഫ്ലവേഴ്സ് കൊണ്ട് തരുന്നില്ല, ചോക്ലേറ്റ്സ് കൊണ്ട് തരുന്നില്ല എന്നതുകൊണ്ട് ഇയാളെ പറ്റാത്ത ചില പാർട്ട്നേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനായിരിക്കും, ഭയങ്കര ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള മനുഷ്യനായിരിക്കും, പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു ഗ്രീൻ ഫ്ലാഗ് ആകൂ എന്നുള്ളൊരു സാധനം. പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൺപ്രഡിക്റ്റബിൾ ആവുക. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഭയങ്കര രസമുള്ള ഒരു മനുഷ്യനെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അൺപ്രഡിക്റ്റബിൾ ആവുക, അതായത് അവൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുക, ചോക്ലേറ്റോ പൂവോ ബൊക്കെയോ കൊടുക്കുക, അതാണ് എൻ്റെ ഒരു പച്ചക്കാടാണോ. എനിക്കതിനെക്കുറിച്ച് എൻ്റെ പാർട്ട്ണർ പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഞാൻ പക്ഷെ എന്നാലും എപ്പോഴും എന്താണ്, ഞാൻ എൻ്റെ പാർട്ട്ണറോട് തന്നെ പറയാറുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് രണ്ടുപേർക്കും സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്, ആ സമാധാനത്തിനും ആ ചെയ്യലിനും അവരെ വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. തിരിച്ചും വിട്ടേക്കുക അങ്ങോട്ടും. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കൂടുതൽ കിട്ടുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്, എന്ത് കഴിയുമ്പോഴാണ് സ്വസ്ഥത കിട്ടുന്നത്, അത് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കുകയാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഒരു ഘട്ടത്തിൽ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കില്ല, അങ്ങനെയൊന്നും അല്ല, രണ്ടുപേർക്കും കൂടെ സെറ്റാവുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ തോന്നില്ലേ. നമുക്ക് മനസ്സിലാവുകയോ നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യമേ ആയിരിക്കില്ല ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. മെച്യൂരിറ്റി, അതായത് അത് തിരിച്ചറിയുക. അതായത് മീ സ്പേസ് ഉണ്ട്, നമ്മൾ രണ്ടുപേരും അല്ലാത്തൊരു സ്പേസ്, ഒറ്റയ്ക്കുള്ള സ്പേസ് ഉണ്ട് തിരിച്ചറിയുന്നതാണ് ഒരു പാർട്ണർഷിപ്പിലെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതാണ് ഒരു മനുഷ്യന്മാരുടെ ലൈഫിൽ വേണ്ട ഒരു പ്രധാന സംഗതി എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, അതല്ല എന്നുള്ളതല്ല, നമുക്ക് ഒരുമിച്ചുള്ള ലോകം പോലെ തന്നെ പേഴ്സണലായിട്ട് വേറെ നമ്മൾ ഒറ്റയ്ക്കുള്ള ലോകമുണ്ട് പാർട്ണർഷിപ്പിൽ. അതാണ് ഹാപ്പിനെസിന്റെയും സമാധാനത്തിന്റെയും മീറ്റർ നമ്മളിങ്ങനെ പൊതുവായി സെറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം ബാനുവിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്നത്
എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഭാനുവിൻ്റെ ഹസ്ബൻഡിന് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല, വേറൊരു കാര്യമായിരിക്കാം. എന്നാൽ എന്റെ നിങ്ങൾക്ക് husband രണ്ടുപേർക്കും ഞാനായിരിക്കണം. അല്ല അങ്ങനാണല്ലോ വേണ്ടോ. അതായത് രണ്ടുപേർക്കും സന്തോഷിക്കാൻ കഴിയുന്ന ചില കോമൺ എലമെൻറ്റുകളും പോയിന്റുകളും ഉണ്ട്. അതവിടെ നിൽക്കെ തന്നെ രണ്ടുപേർക്കും വ്യക്തിപരമായി തന്നെ സന്തോഷിക്കാനും സമാധാനിക്കാനും പറ്റുന്ന മീ സ്പേസ് ഏരിയകളുണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്യുന്നതിലേക്ക് എത്തുമ്പോഴാണ് ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് മെച്ചുവേർഡ് ആവുക, അതിൻ്റെ ഒരു ശരിയായ തലത്തിലെത്തുക. അവിടെ എത്താത്തിടത്തോളം കാലം തമ്മിൽ തട്ടിക്കൊണ്ടേയിരിക്കും. എക്സ്പ്രഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മലയാളികളുടെ ഒരു എന്നിട്ട് ഞാൻ പ്രശ്നമാണ് ഇപ്പോഴും എക്സ്പ്രഷനിലെ express ചെയ്യാതിരിക്കുക. ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഞാൻ പറയില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ അതിൽ അല്ല, അത് കുഴപ്പമില്ല. മലയാളികളുടെ അല്ലാതെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ഇപ്പോൾ നേരത്തെ അജിംസ്ക പറഞ്ഞ പോലെ ഈ പുരുഷന്മാരുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞ പോലെ പുരുഷന്മാർ ഈ സ്നേഹത്തെ, പ്രണയത്തെ, വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതിനെ അവർ വളർന്നു വന്നിട്ടുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഒരുപാട് ഒതുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാം. ഇങ്ങനെ എന്നുവെച്ചാൽ ഇപ്പോൾ പാർട്ട്ണറോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരെ പെൺകോന്തനെന്ന് വിളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കുക്ക് ചെയ്യുന്നു, അപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നു, അപ്പോൾ എന്താ ഭാര്യ കുക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ. അതായത് ഇവരുടെ എല്ലാം ഒരു കൈൻഡ് ഓഫ് എക്സ്പ്രഷനാണല്ലോ സ്നേഹത്തിന്. അപ്പോൾ അതിനെ ഇപ്പോഴും ആ മറ്റുള്ള സെൻസിലും എടുക്കാത്ത പുരുഷന്മാർ അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പം ആ സ്നേഹത്തോടെ തന്നെ അതിനെടുക്കാത്ത ആൾക്കാരൊക്കെ ഒരുപാട് ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമകളിൽ അത്തരം പോർട്രേറ്റുകളൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ പുരുഷന്മാരെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഭീകര കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ കുറേ, ഞാൻ നിൽക്കുന്ന സർക്കിൾസിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, പക്ഷെ പുതിയ ജനറേഷൻസിൽ അത്തരത്തിലുള്ള, അതായത് മുന്നേയൊക്കെ ആണെങ്കിൽ ഒരു പാർട്ട്ണർ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലോയൽ വൈഫ്, അയാൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അയാൾ ജോലിക്ക് പോകുന്നു. അത്തരം അടിമ ഉടമ ബന്ധങ്ങളിൽ നിന്ന് പുതിയ കാലത്തെ റിലേഷൻഷിപ്പുകൾ മാറുന്നുണ്ടെന്നാണ് എനിക്ക് വളരെ പേഴ്സണലായിട്ട് തോന്നുന്നത്. അതായത് അവരുടെ ഇപ്പം മിക്കവരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. അപ്പം അവരുടേതായിട്ടുള്ള സ്പേസ്, അവരുടേതായിട്ടുള്ള ഇപ്പം നിഷാദൊക്കെ പറഞ്ഞ പോലെ ഉരസലുകൾ, മനസ്സിലാക്കലുകൾ, ഗ്രോത്ത്, പിന്നെ ആ തരത്തിലുള്ളൊരു ഇതിലേക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഈ കാലത്തേക്ക് മാറുന്നുണ്ട്. അത് ഒരു വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്റെ സർക്കിൾ നോക്കുമ്പോൾ എനിക്ക് അത്തരം ഓവറായിട്ടൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ജനറേഷനിൽ. അല്ല, ആണുങ്ങൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടോ? ഭാനു, എത്ര ആണുങ്ങൾ കരയുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ ഒരു പുരുഷൻ കരയാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ടാബുവാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. ഏതെങ്കിലും പുരുഷനെ കരച്ചിട്ട് വന്ന് ആരും കാണാതെ പോയിരുന്ന കരയാ. പക്ഷെ ഇന്ന് പുതിയ തലമുറ അങ്ങനെയല്ല, കരയുന്ന ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. പബ്ലിക് സ്പേസിൽ കരയും. അതായത് ഒരു പുരുഷൻ കരയാന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് പണ്ടൊക്കെ ആളുകൾ കരുതിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ആ തലമുറ മാറി വരുന്നുണ്ട്, പുതിയ തലമുറ മാറി വരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. സിനിമയിലും അതിനോട് മാറ്റങ്ങൾ വന്നില്ലേ. ഇപ്പം ഞാനിപ്പോൾ ആർക്കറിയാമെന്നുള്ള സിനിമയാണ്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ആ സിനിമയുടെ ആദ്യത്തെ കുറേ സീനുകൾ എടുക്കാം. രാവിലെ എഴുന്നേറ്റ് വന്നത് ഷറഫുദ്ദീൻ്റെ നായക കഥാപാത്രമാണ് ദോശ ഉണ്ടാക്കുന്നത്. ഒരു കാര്യമില്ല ആ സിനിമയ്ക്ക്. അതെന്തായാലും ആർക്കറിയാമല്ലോ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ കിടുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. പുള്ളി ദോശ ഉണ്ടാക്കിയിട്ട് പാർവതി വെറുതെ ഇരിക്കുകയാണ്, അവർക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ സീൻ സത്യത്തിൽ ആ സിനിമ കഥയുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യമല്ല, ബട്ട് വളരെ നോർമലായിട്ടൊരു സന്ദേശം കൊടുക്കുകയാണത്. അതായത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ദോശ ഉണ്ടാക്കേണ്ട പണി ഭാര്യയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ പണിയല്ല, അയാൾ ഉണ്ടാക്കുകയാണ്, അയാൾ അതിലൂടെ കൂടുന്നു. അങ്ങനെ സിനിമയിലെയും അത് മൊത്തത്തിലുള്ള നമ്മുടെ ആ സിനിമ കണ്ടിട്ട് ആരും അസ്വസ്ഥരായില്ല, ഇവനാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അത് കൊള്ളാമെന്ന് നമുക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ആളുകളുടെ ഒരു ചെയ്യപ്പെടുന്നുണ്ട്, ആ മാറ്റം എന്നുള്ളതാണ് തോന്നുന്നു കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ഈ പാർട്ട്ണർ ലൈക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടായി ഇരിക്കെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളോടും കൂടെ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും, ഈസിയാണത്. ആ തരത്തിലുള്ള റിലേഷൻഷിപ്പ് എല്ലാവരും കൂടെ ബിൽഡ് ചെയ്യാൻ. എന്തിനാണ് ഈ ബുദ്ധിമുട്ടി സ്നേഹിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ആളുകളുടെ ഇമോഷണൽ കോൺഫ്ലിക്ട്സുകൾ, അവരുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ട്രോമ ഉണ്ടാകുന്ന മനുഷ്യനായിരിക്കുമല്ലോ അപ്പുറത്ത് ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന്റെ ഫ്ലോസ്, ഇൻസെക്യൂരിറ്റീസ്, ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് അവൾ ആ ബുദ്ധിമുട്ട് സാധനമാണ് ഉദ്ദേശിച്ചത്. ഒരു കോർ അല്ലാതെ അയാളെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ ഒരു സ്നേഹം. അല്ലെങ്കിൽ അവർക്ക് പുറത്തു വരാൻ കഴിയില്ല, സർവൈവ് ചെയ്യാൻ കഴിയില്ല, അവർ വീണു പോകും. എല്ലാവരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ്. അപ്പം ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സീക്ക് ചെയ്യുന്ന കാര്യമായിരിക്കില്ല നിഷാദൊക്കെ സീക്ക് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് ആ പാർട്ട്ണറെ മനസ്സിലാക്കി അത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ഫ്ലവേഴ്സിൽ, ഈ ഗ്രീൻ ഫ്ലാഗ്സിൽ ഫ്ലവേഴ്സ് വാതിൽ തുറന്നു കൊടുക്കുക, ലിറ്റിൽ തിങ്സ് അപ്പാർട്ട് ഫ്രം ഓൾ ദിസ്, നമ്മൾ ഈ മനുഷ്യനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രണയം എന്ന വികാരം ഉണ്ടായിരിക്കുക, അതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക.
എന്ത് ഭൂലോക പ്രശ്നം വന്നാലും ഈസി ആയിട്ട് പ്രണയിക്കാൻ പറ്റുക. എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് ആഫ്റ്റർ ഈ പേഴ്സണായിട്ട് ഈ പേഴ്സൺ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള സാധനം ഈസിനെസ് ആണ്. പീസ് എനിക്ക് വന്നു, അതിനേക്കാൾ ഈസിനെസ് ആണ്. എൻ്റെ ലൈഫിൽ എല്ലാ ഡിസിഷൻസും ഭയങ്കര പീസ്ഫുള്ളി ഞാൻ എടുക്കും. എനിക്ക് അതിന് പോകണം, ഞാൻ പോകുന്നു. എനിക്ക് ഇതിന് പോകണം, ഞാൻ പോകുന്നു. എൻ്റെ പാർട്ട്ണറും അങ്ങനെ എടുക്കുമായിരിക്കും. ലൈക്ക് ആ ഈസിനെസ് എല്ലാ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ എനിക്കതിന് പോകണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യും. ഓക്കെ നിനക്കതിന് പോകണമെങ്കിൽ പോവാം, ഇതിന് പോകണമെങ്കിൽ പോവാം. ആണുങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ, എന്തെങ്കിലും ചെയ്യും. എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്, നീ ഇത് ചെയ്ത് നോക്ക്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ ചെയ്താൽ എൻ്റെ മൂഡ് ലിഫ്റ്റ് ആവുമെന്ന് മേ ബി എൻ്റെ പാർട്ട്ണർക്ക് അറിയായിരിക്കും. അപ്പം നീ ഇത് ചെയ്ത് നോക്ക്, ആ തരത്തിൽ വലിയ കോൺഫ്ലിക്റ്റുകൾക്കിടയിലും അത്ര ഈസി ആയിട്ട് ഈച്ച് അതറിനെ ക്യാരി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രണയത്തിന് ശേഷമുള്ള വിവാഹം, പിന്നെയുള്ള ദീർഘസഞ്ചാരം, കുറച്ച് കഴിയുമ്പോൾ ഈ പ്രണയത്തിൻ്റെ എലമെന്റ് ഇങ്ങനെ കുറഞ്ഞിട്ട് സ്നേഹം അതിലേക്ക് പരിവർത്തിക്കപ്പെടും. എന്താ ശരിക്കും സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുമോ? ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസ് ഇല്ലാതാവുന്നുള്ളതാണ്. അത് രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ട് പ്രണയത്തിലാവുന്ന സമയത്തുണ്ടാവുന്ന എക്സ്ട്രീം ഇമോഷൻ അവർ കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അത്രയും ഇമോഷൻ താങ്ങാനുള്ള ശക്തി ഈ വിവാഹം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റിന് ഇല്ല. അത് പൊളിഞ്ഞു പോകും. അത് വാട്ടർ ഡൗൺ ചെയ്യണം, അപ്പോഴാണ് അത് നിലനിൽക്കുള്ളൂ. സോ അത്രയും കൊടുക്കാതിരിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ അതിനങ്ങനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. എനിക്കതിനോട് യോജിപ്പില്ല, എന്നാലും ഞാൻ അംഗീകരിക്കുന്നു വെറുതെ.